ഹിലറിലെ അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പൊ എവിടെ എത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഹിലറിലെ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ മല്ലു ഫാമിലി പിന്നെ അതുൽ വ്ളോഗ്സ് മനസ്സിലായി. അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്ന് അറിയില്ല. മല്ലു ഫാമിലി എല്ലാവർക്കും അറിയില്ല, മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന അത്യാവശ്യം കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇല്ലട്ടെ. ഫാമിലി വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കുറേ ഫാമിലി വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലട്ടല്ല. ഇപ്പോൾ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് വഴി പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയി ഇപ്പോൾ അവരുടെ പ്രശ്നം ഏകദേശം ഒതുങ്ങി തീർന്നെന്ന് തോന്നുന്നില്ല. നമ്മൾ റീസെന്റ് ആയിട്ട് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് വീഡിയോയിലല്ല അവർ വീഡിയോ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിട്ട വീഡിയോയിൽ മനസ്സിലായില്ല. അപ്പോൾ നമ്മളിട്ട റീസെന്റ് ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നം കാര്യങ്ങളൊക്കെ ഒതുങ്ങിയെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്തു, പ്രശ്നം ഒതുങ്ങട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ആ സമയത്താണ് ഇല്ല നമ്മുടെ മല്ലു ഫാമിലി മനസ്സിലായി. മല്ലു ഫാമിലി നമ്മുടെ സുജിനായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയായിട്ട് ഒരു വീഡിയോയും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടില്ല. ആ വീഡിയോയിൽ ക്യാപ്ഷൻ തന്നെ ഇതാണ് ഉള്ളത്, കുട്ടികൾ ആരും ഈ വീഡിയോ കാണരുത്. മനസ്സിലായില്ല, കുട്ടികൾ ആരും ഈ വീഡിയോ കാണരുത്. പിന്നെ ടി വിയിലൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ പരമാവധി സൗണ്ടൊക്കെ കുറച്ച് വെച്ച് കാണുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹണി ബി വേണമെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. തെറിയാണ് ഇല്ലട്ടല്ല. എന്താ സംഭവിച്ചാൽ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരൻ റിയാക്ടിങ് വീഡിയോ ചെയ്യുന്നതാണ്, നമ്മളപ്പോൾ റിയാക്ടിങ് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഇടല്ലേ. അപ്പം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റിയാക്ടിങ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും, ഓരോരുത്തരെടുത്തിട്ട് എയറിലാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ റിയാക്റ്റീവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ സംഭവം നോക്കും, എന്നിട്ട് വീഡിയോസ് അങ്ങനെ കണ്ടിട്ട് നമ്മളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയണം. മനസ്സിലായില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അത് വെച്ചാൽ നമ്മൾ ഓക്കെ നമ്മൾ കേൾക്കാനും ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ല. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായമാണ്, ഇല്ല ഞാൻ അതാണ് സത്യം എന്ന് പറയുന്നില്ല. മനസ്സിലായി, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷൻ അതിൽ കമന്റ് സെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയുന്നു, നമ്മളത് റിപ്ലൈ തരുന്നു. അതാണ് ഇവിടെ നമ്മുടെ ഒരു സംഭവം. മനസ്സിലായില്ലേ. അപ്പോൾ അതുപോലെ അതുൽ വ്ളോഗ്സ് ഇതിലുള്ള വീഡിയോ ചെയ്യും. ഇപ്പോൾ നമ്മുടെ മല്ലു ഫാമിലി സുജിനായിട്ടനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ പ്രൊമോഷൻസ് ഒക്കെ സ്വാഭാവികമല്ലോ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായില്ല. ഇപ്പോൾ എന്ത് പ്രൊമോഷൻ വർക്കാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ കുറേ ഗെയിമിംഗ് ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ കുറേ സംഭവം പ്രോഡക്റ്റ് അങ്ങനെ സംഭവങ്ങൾ പ്രൊമോഷൻ ചെയ്യും. അപ്പോൾ ഇവരും അങ്ങനത്തെ കുറേ പ്രൊമോഷൻ സംഭവങ്ങൾ ചെയ്തിട്ടില്ല. അത് കുറച്ചൊക്കെ ഇല്ലീഗൽ പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ആണില്ല. നമ്മുടെ സ്വന്തം പൈസ വെച്ച് കളിക്കണം. മനസ്സിലായില്ലേ. ചിലപ്പോൾ പൈസ പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് ഇതുപോലുള്ള നമ്മുടെ അതുൽ വ്ളോഗ്സ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട് ഇടല്ല, അവരൊക്കെ അടുത്ത് റിയാക്ട് ചെയ്യും. മനസ്സിലായി. എന്ന് വെച്ചാൽ അത് ഇല്ലീഗലല്ലേ, ആൾക്കാർ പറ്റിക്കപ്പെടില്ലേ, അതുകൊണ്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുപോലെ മല്ലു മല്ലു ഫാമിലിയുടെ വീഡിയോ വന്നിട്ട് നമ്മൾ അതുൽ വ്ളോഗ്സ് റിയാക്ട് ചെയ്തു എന്നാൾ കൂടിയിട്ട്. എന്ത് സംബന്ധിച്ച് പ്രവീൺ പ്രണവിന്റെ അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ സുജിനായിട്ട് വന്നിട്ട് വീഡിയോ ഇട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ സുജിനായിട്ട് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഞാൻ അതിൽ എന്നെ കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് റിയാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ അതുൽ വ്ളോഗ്സ് ഇട്ട സമയത്ത് പുള്ളിക്കാരൻ അങ്ങോട്ട് ഫയറായി, പിന്നെ അങ്ങോട്ട് കഥയും മാറിയില്ലടല്ല, തെറിയായി, അങ്ങോട്ടേക്കും തെറിയായി. ഇനി ഞാൻ പറയാൻ പോലെ എന്താ സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മല്ലു ഫാമിലി നമ്മുടെ അതുൽ വ്ളോഗ്സ് നമ്മളൊരു വാറ് പോലെ ആയിരിക്കും. മനസ്സിലായില്ലേ. പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇവിടെ ഇടും, ആ അതുൽ വ്ളോഗ്സ് റിയാക്ട് ചെയ്ത ആ വീഡിയോ അവിടെ ഇടും. അതായിരിക്കും കാണാൻ പോകുന്നില്ല, വേണമെങ്കിൽ നോക്കിയോ. അപ്പം ഞാൻ കണ്ടപ്പോൾ എന്താ വെച്ച് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാണ്ട് വന്നാണില്ല. അപ്പോൾ നമ്മുടെ സുജിനായിട്ടും പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നൊക്കെ പറഞ്ഞു, നമ്മൾ അതിൽ പക്ഷേ ആദ്യമായിട്ട് കാണുന്നൊക്കെ പറയേണ്ടിയില്ല. അപ്പം ഞാൻ ആ കുറച്ച് സീൻസുകൾ മാത്രം പ്ലേ ചെയ്യട്ടെ. അല്ലാതെ എല്ലാം വയ്ക്കണില്ല. ഏകദേശം 33 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സുജിനായിട്ട് പറയുന്നുണ്ട്, അത് വെച്ചാൽ ഞാൻ ഈ വീഡിയോ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യില്ല. മനസ്സിലായില്ല. പേയ്മെന്റ് കിട്ടുന്ന ഒരു പരിപാടി. ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ അവർക്ക് പേയ്മെന്റ് കിട്ടുമല്ലോ, നമ്മൾക്ക് കിട്ടണമെന്നില്ല, അവർക്ക് കിട്ടും. പക്ഷേ അവർ റീച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യില്ല എന്നുകൊണ്ട് പറയുന്നുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ വിറ്റ കാശ് എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ. അപ്പോൾ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞപ്പോൾ അവരെ പുള്ളിക്കാരൻ എന്താ വെച്ചാൽ റിയാക്റ്റീവ് വീഡിയോ ഇടുന്നു. സോ അത് കാരണം പുള്ളിക്കാരൻ ഏണിങ്സ് ഉണ്ടാക്കുന്നു, അതുവഴി വീഡിയോസ് ഷെയർ ചെയ്യുന്നു, ഒന്നുകൂടി പുതിയ വീഡിയോസ് ഇടുന്നു. ഓക്കെ, അതൊക്കെ. അപ്പോൾ സുജിനായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഡെയിലി വീഡിയോസ് ഉണ്ടെങ്കിലും മനസ്സിലായില്ല. എന്താ വെച്ചാൽ സുജിനായിട്ട് ഇവർക്ക് ഫാമിലി വ്ളോഗ്സ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അവർ ഡെയിലി ലൈഫിൽ അവർ എന്തൊക്കെ നടക്കണം അതൊക്കെ എടുത്ത് വീഡിയോ ഇടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുജിനായിട്ട് വന്നിട്ട് ഒരു തെറി, നീ വാടാ എൻ്റെ നാട്ടിലേക്ക് വാടാ, പാലക്കാട് ചെറുപ്പുളശ്ശേരിക്ക് വാടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വീഡിയോ ഇടലേ. അപ്പോൾ അതിന് കുറേ ചെറിയൊരു സീക്വൻസ് വെക്കാം, അതൊന്ന് പ്ലേ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടല്ലോ. അതുൽ വ്ളോഗ് കിട്ടല അവിടെ ഒരു വീഡിയോ ഇട്ടുണ്ട്, അത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നോ എനിക്ക് വയ്യ, ഇതൊക്കെ നമ്മൾ എങ്ങനെ എടുക്കുന്നില്ല. അപ്പം ഞാൻ അതിൽ വീഡിയോ കണ്ടത് ഞാൻ പറയാട്ടാ. ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ സുജിനായിട്ട് വീഡിയോ ചെയ്യാം, മല്ലു ഫാമിലിയുടെ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഏകദേശം 33 മിനിറ്റ് ആണെങ്കിലും അപ്പം നമുക്ക് കുറച്ച് ഭാഗം മാത്രം, ചെറിയ ഭാഗങ്ങൾ മാത്രം, സുജിനായിട്ട് സംസാരിക്കുന്ന ഭാഗം മാത്രം നമ്മൾ പ്ലേ ചെയ്യാം. കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ട അണക്കെന്താ മൈര പണി? അണക്കെന്താ പണി? അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് നാട്ട അണക്കല്ല എന്റെ പണി, അല്ലാണ്ട് അണക്കെന്താ പണി അതിന്റെ മോനെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി. ഇപ്പോ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു. അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലി പോലെ കാണിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകള് മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കെന്ത് മൈര പണി? അതാണ് ചോദിക്കണേ. അതുപോലെ എന്നുണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ, ഞാൻ പാലക്കാട് ചെപ്പശ്ശേരിയാണ് എന്റെ വീട്.
ഞാൻ ഇങ്ങോട്ട് പോയോ അനക്കെന്താ പണി? ഇപ്പൊ ഞാൻ 6 വർഷമായി ഇപ്പൊ യൂട്യൂബിൽ 1700 1500 ഞാൻ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കേണ്ടത്. ഞാൻ എന്റെ അടുക്കള കാര്യട്ടോ എന്റെ വീടിന്റെ ഉള്ളത്തെ കാര്യട്ടോ ഒന്നും വിഷയമല്ല. ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ. അനക്കെന്താ പണി? മറ്റവന്റെ അപ്പൊ അതാണ് ഇതിലുള്ള നമ്മൾ സൂചിച്ചായിട്ട് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മല്ലം പറഞ്ഞു പ്രവീൺ പ്രണവ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് ആൾക്ക് കമന്റ് ചെയ്തു എന്ന് വെച്ചാൽ മല്ലു ഫാമിലി പോലെ ആവരുത് എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. ഇപ്പൊ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചോദിച്ചപ്പോൾ ഡെയിലി വീഡിയോസ് വരും. മനസ്സിലായി, ഡെയിലി വീഡിയോസ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെ കണ്ടന്റ് ബേസ്ഡൊന്നും അല്ലല്ലോ, അവരുടെ ഫാമിലി നടക്കുന്ന സംഭവങ്ങൾ അവരിടുന്നു. അപ്പൊ എന്താണ് അവരുടെ ഫാമിലി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നടന്നാലും അതിപ്പോ നമ്മൾ ചില ആൾക്കാർ വീർപ്പിച്ച് വലുതാക്കാൻ പറഞ്ഞ പോലെയാണ് അവസ്ഥ. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് വന്നത് പ്രവീണാട്ടിന്റെ വീഡിയോയിൽ. മനസ്സിലായി? അപ്പൊ അതാണ് മല്ലു ഫാമിലി നമ്മുടെ സുജിനായിട്ട് റിയാക്ട് പറഞ്ഞ വീഡിയോ ഇട്ടത്. അപ്പൊ അതിന് റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ വ്ളോഗ്സ് വീഡിയോ ഇട്ടത്. അപ്പൊ അതിന് റിയാക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സുജിനായിട്ട് വീഡിയോ ഇട്ടത്. അപ്പൊ ഇതാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുണ്ട്, നീ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാൻ പാടാന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞു പോയില്ല. അടുത്ത സീൻ വേണ്ടി നമ്മൾ പ്ലേ ചെയ്യട്ടെ. എന്താ വെച്ച് ഇങ്ങനെ പറഞ്ഞു ഓരോ സീനിൽ മാത്രമേ കുറച്ച് കാര്യങ്ങൾ ഫുള്ളേ പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ അവിടുത്തെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കി പറയാം. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണക്ക് പണി. അണക്ക് വേറെന്താ പണി? അണിഞ്ഞാജിക്ക് എന്താ പണി? ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ട് അത് മറ്റോ റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല തന്ത ഇയ്യല്ല മൈര. കാരണം എന്റെ കഴുത്തിൽ എവിടുന്ന പാട് കാര്യങ്ങളൊന്നൊക്കെ അറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ഇയ്യല്ലേ അല്ല എന്റെ തന്ത. പാട് വെടവിടെ നീ എന്ത് കല്യാണം കഴിഞ്ഞോണ്ട് ഭാഗ്യം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചേനെ. ഈ ഞാന് എന്നെ പറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോസിന് പോലും ഞാൻ എന്റെ മോണിറ്റേഷൻ എനേബിൾ ആക്കില്ല. കാരണം അന്നെ മുമ്പേ പൈസ എനിക്ക് വേണ്ട. മനസ്സിലായല്ലോ? അതിനകത്ത് പൈസ ഉണ്ടാക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്നെ പറ്റി ഇടുന്ന ഈ വീഡിയോസിന് മോണിറ്റേഷൻ ഞാൻ എനേബിൾ ആക്കണില്ല. അത് ഞാൻ അതിന്റെ ഈ എനേബിൾ ആക്കണില്ല എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ നാളത്തെ എന്റെ വീഡിയോസിൽ കൊടുക്കാൻ ഞാൻ ഇട്ടോ. കാരണം എനേബിൾ ആക്കണില്ല എന്നുള്ളത് കാരണം ഇവനെ മുമ്പിലുള്ള വീഡിയോ എന്റെ പേയ്മെന്റ് എനിക്ക് വേണ്ട. എന്തായാലും അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരുടെ അടുത്തും. ഓക്കെ, ഞാന് നിന്റെ അടുത്തല്ലോ അതുപോലെ അതിന്റെ മോനെ അന്റെ അടുത്തല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അടുത്ത് അടുത്താണ് പറഞ്ഞത്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആരൊക്കെ ഇതായിരുന്നു. കാരണം അത് എന്റെ ഒരു സമാധാനത്തിന് ഞങ്ങൾ പറഞ്ഞാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ പറയാം എന്നെ പറ്റി ഇതിനേക്കാൾ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ എന്നുള്ളതല്ല കുറെ ആൾക്കാർ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെന്നില്ല. പക്ഷെ ഇനി നീ എന്നെ പറ്റി വീഡിയോ എന്റെ എന്റെ ഫോട്ടോ തമ്പിലൈന് എന്റെ വീഡിയോ നിന്റെ വീഡിയോന്റെ സൈഡിൽ വെച്ച് നീ വീഡിയോ ചെയ്ത സത്യമാണ് നിനക്ക് സ്ട്രൈക്ക് തരും മോനെ. ഉറപ്പാടും തരും. നിനക്ക് ഇതിനെ പറ്റി അറിവ് നിനക്കറിയില്ല. എന്റെ ഫോട്ടോ നീ തമ്പിലൈൻ ഇട്ടാ ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും. ഞാൻ 3 വട്ടം സ്ട്രൈക്ക് കിട്ടി എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താ ഉണ്ടാകുക? നിനക്ക് യൂട്യൂബിനെ പറ്റി വല്ല കിണ്ടി അറിയിച്ചാൽ അത് മനസ്സിലാവും. എന്നെ എന്റെ ഫാമിലിനെ ആരെങ്കിലും നീ വെച്ചിട്ട് ഇനി വീഡിയോ ചെയ്താ നിനക്ക് ഒരു വീഡിയോ നിനക്ക് ചെയ്യാട്ടോ. കാരണം ഇപ്പൊ ഞാൻ ഈ ചെയ്ത വീഡിയോന്റെ പകരമാണ് ഒരു വീഡിയോ ചെയ്യാം. കാരണം അത് നിനക്ക് ഞാൻ തരുന്ന ഒരു ഔദാര്യാണ്. കാരണം നീ ചെയ്തോ. കാരണം ഞാൻ ഇവിടെ ചെയ്തതുകൊണ്ട് ചിലപ്പോ ഇനി നിന്റെ മറുപടി എന്താന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ വീഡിയോന്റെ മോണിറ്റേഷൻ ഞാൻ എനേബിൾ ആക്കില്ല കേട്ടോ. ഇതിന് അന്നെ ഊറ്റിയ പൈസ എനിക്ക് വേണ്ട. ഞാൻ എനേബിൾ ആക്കില്ല. ഈ വീഡിയോ ഞാൻ റിമൂവ് ആക്കും. അതായത് നീ ഇതിന് മറുപടി ഒരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. കാരണം ഇത് നിനക്ക് നല്ലൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നീ അപ്പുറത്ത് നല്ലൊരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. ആ വീഡിയോന്റെ പേയ്മെന്റും കൂടി നീ എടുത്തോ. കാരണം അതുകൊണ്ട് നീ നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നീ വല്ല ഡ്രസ്സ് എടുക്കുക എന്തെങ്കിലും ചെയ്തോ. കാരണം അതുകൊണ്ട് നിനക്ക് വല്ല പേയ്മെന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വീഡിയോന്റെ പേയ്മെന്റ് നീ എടുത്തോ. അതിന്റെ അപ്പുറത്തേക്ക് നീ ഇനി ഒരു വീഡിയോ ഇട്ടാ ഞാൻ ഓപ്പാണ്ടിന്ന് പറയാണ് നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരും. ഉറപ്പായിട്ടും തരും. നിനക്ക് ഇതിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. നീ ഇത് ഞാൻ പറഞ്ഞിട്ട് നീ നിനക്ക് അറിയാവുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സിനോട് ചോദിച്ചോ. എന്റെ തമ്പലൈന് എന്റെ വോയിസ് അതുപോലെ തന്നെ മറ്റേ എന്റെ വീഡിയോ എടുത്ത് നീ നിന്റെ വീഡിയോന്റെ സൈഡിലിട്ട് എന്തേലും ചെയ്താ ഒരു വീഡിയോ നിനക്ക് ഞാൻ തരുന്നത് അത് നീ ചെയ്തോ. വേണം നിനക്ക് ചെയ്തോ. അതെന്റെ ഔദാര്യാണ്. അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്ത എല്ലാവരുടെ പറയാണ് ഇവന് ഞാൻ സ്ട്രൈക്ക് കൊടുത്തിരിക്കും. ഞാൻ ഇതുവരെയ്ക്ക് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത് ഇപ്പൊ ബുന്നൂസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ഞാൻ ഒരാളെ പോലും കൂടി ഞാൻ മറ്റേ അതായത് മീൻസ് സ്ട്രൈക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. കാരണം എല്ലാവരും യൂട്യൂബിൽ എന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരാളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി നീ ചെയ്ത ഒറ്റ വീഡിയോ നിനക്ക് ഞാൻ തരുന്ന ഔദാര്യം അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്ത പൊന്നു മോനെ സത്യമായിട്ടും ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും. അതിൽ ഒരു മാറ്റവും ഇല്ല. പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നീ ഞാൻ തരുന്ന സ്ട്രൈക്ക് എത്രത്തോളം നീ ക്ലിയർ ആക്കുന്നോ അത്രത്തോളം ഞാൻ തന്നുകൊണ്ടേയിരിക്കും ഉനക്ക്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ പിന്നെ നീ മോണിറ്റേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യണം. ഓക്കെ? അപ്പൊ എന്തായാലും അതുപോലെ ഇതിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പൊന്നു മോനെ നീ റിയാക്ട് ചെയ്തിട്ട് വാ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോ അതാണ് ഇല്ലടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുജിനേട്ടൻ പറഞ്ഞു
നിനക്ക് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഔദാര്യം അല്ല, എന്താണ് ഒരു ഔദാര്യമായിട്ട് തരണം, നീ ഒരു വീഡിയോ ചെയ്തോ അതിന്റെ പേരിൽ, മനസ്സിലായില്ല? എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിന്നെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടല്ലോ, സ്വാഭാവികമായും അതിന്റെ റിയാക്ഷൻ നമുക്ക് കേൾക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പ്രതികരണം ഒരു സൈഡ് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ല, ഞാൻ അതിനെ കുറിച്ച് ആരെയും പറഞ്ഞു, അപ്പൊ എന്റെ ഭാഗം ക്ലിയർ ആണല്ലോ, മനസ്സിലായി? എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ സുജിനാട്ടൻ വീഡിയോ ഇട്ടത്. സോ എനിക്കും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കണം, ആൾക്കാർ എന്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതുൽ വ്ളോഗ്സ് ഒരു വീഡിയോ ഇട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു പ്രതികരണമായിട്ട് ആള് പറയുന്നുണ്ട്, നീ ഒരു വീഡിയോ ചെയ്തോ, കുഴപ്പമില്ല, ഒറ്റ വീഡിയോ നിനക്ക് ഞാൻ ഔദാര്യമായിട്ട് തരണം, അപ്പൊ ഒരു വീഡിയോ ചെയ്തോ, ബാക്കി കുഴപ്പമില്ല, പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോനെ നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ ഏകദേശം ടെർമിനേറ്റ് ആവും, പിന്നെ ചാനലൊക്കെ അടച്ചുപൂട്ടി പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ട സിറ്റുവേഷൻ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു സുജിനാട്ടൻ പറയുന്നുണ്ട്, നീ ഒരു വീഡിയോ ചെയ്തോ, ഒറ്റ വീഡിയോ നീ ചെയ്തോ, എന്താ വെച്ചാൽ എന്റെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ചെയ്തോ, നീ വീഡിയോ ചെയ്ത ശേഷം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ആക്കുമെന്ന് പറയുന്നുണ്ട്, മനസ്സിലല്ല? അതിപ്പോൾ തന്നെ ഏകദേശം എത്ര വ്യൂസ് ആയി ചോദിച്ചെങ്കിൽ ഈ വീഡിയോക്ക് വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3,39,000 വ്യൂസ് ഉണ്ട്. ഇന്നലെ ഇട്ട വീഡിയോ ആണ് സുജിനാട്ടൻ, മനസ്സിലായി? 3,39,000 വ്യൂസ് ഉണ്ട്. സോ ഇതിന്റെ മോണിറ്റൈസേഷൻ ഞാൻ എനേബിൾ ആക്കിയിട്ടില്ല എന്നാണ് സുജിനാട്ടൻ പറയുന്നത്. എന്ന് മോണിറ്റൈസേഷൻ എനിക്ക് നിന്നെ ഉണ്ടാക്കിയ പൈസ വേണ്ടെന്ന് പറയുന്നത്. തെറി പറയുന്നില്ല, തെറിയൊക്കെ ഞാൻ അവിടെ ആ വീഡിയോ അങ്ങനെ ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, തെറിയൊക്കെ ഉണ്ട്, അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. അങ്ങനെ പറയുന്നുണ്ട്, മനസ്സിലായില്ല? എന്ന് വെച്ചാൽ നിന്നെ ഇതാക്കിയ പൈസ എനിക്ക് വേണ്ടടാ, നീ അവിടെ റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, ഡിലീറ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, അതാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇനിയിപ്പോൾ ക്ലാഷ് ആയിരിക്കും, ഇനിയിപ്പോൾ അവിടെ ഒരു വീഡിയോ ഇട്ട് ഇവിടെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ സുജിനാട്ടൻ പറയുന്നത് വെച്ചാൽ സ്ട്രൈക്ക്, നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിന്റെ റിയാക്റ്റീവ് വീഡിയോ നോക്കാൻ വേണ്ടി നമ്മുടെ അതുൽ വ്ളോഗ്സിൽ പോയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ രാത്രി വീഡിയോ ഇട്ടിരിക്കുന്നു ഏകദേശം 45 മിനിറ്റ്. എന്റെ പൊന്നോ, കണ്ട് കിളി പറഞ്ഞ കിളിയുടെ കാണുന്നത് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഒരു കാണുമ്പോൾ നമുക്കൊരു ചടപ്പാവുമല്ലോ, ആ ഒരു ഫീൽ വന്നു. അപ്പൊ അതിൽ നമ്മുടെ അതുൽ വ്ളോഗ്സ് എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിളടല്ല, പുള്ളിക്കാരൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട്, മല്ലു ഫാമിലിയുടെ വീഡിയോ, നമ്മുടെ സുജിനാന്റെ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. ആളൊരെണ്ണം പറയുന്നു, അതുൽ വ്ളോഗ്സ് ഒന്ന് പറയുന്നു, അതിലൊരെണ്ണം പറയുന്നു. അങ്ങനെ അതിൽ കൺക്ലൂഷൻ എന്താ സംഭവം ചോദിച്ചു കിളടല്ല, അതുൽ വ്ളോഗ്സ് പറയുന്നത് നീ ആണാണെങ്കിൽ, അത് പറഞ്ഞാൽ നീ ആണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് തരാതിരിക്കുക, മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ സ്ട്രൈക്ക് തരുന്ന പറയുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നുണ്ട് സ്ട്രൈക്ക് തരാതിരിക്കുക, നീ നാക്കുകൊണ്ട് വാടാ, എന്ന് വെച്ചാൽ നാക്കുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്, മനസ്സിലായി? നീ ഇൻസ്റ്റ വഴി വാ, നിനക്ക് അഡ്രസ് ഇതാ. പക്ഷെ സുജിനാട്ടൻ വെല്ലുവിളിക്കുന്നുണ്ട്, നീ ആണാണെങ്കിൽ നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ചെറുപ്പശ്ശേരിക്ക് വാ, നിനക്ക് ഞാനുള്ള പൈസ വന്ന ചിലവായ പൈസ മൊത്തം തരാം, അല്ലെങ്കിൽ 1 ലക്ഷം തരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുൽ വ്ളോഗ്സ് പറയുന്നുണ്ട്, നമ്മുടെ അതിലോട്ടും പറയുന്നുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത്, നീ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, മനസ്സിലായി? നീ തിരുവനന്തപുരത്തേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ടില്ലാതെ പരസ്പരം എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഏതുവരെ പോകും നോക്കാം. അപ്പൊ അതാണ് സംഭവം, മനസ്സിലായി? ഇങ്ങോട്ടേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, നീ സ്ട്രൈക്ക് തരാതിരിക്കുക, നീ ആണെങ്കിൽ നീ സ്ട്രൈക്ക് തരാതിരിക്കുക, നീ എന്തായാലും പറയുന്നുണ്ട്, നീ എനിക്കൊരു വീഡിയോ ഇട്ടോ, നീ ഓപ്പോസിറ്റ് വീഡിയോ ഇടും, ഞാൻ ഇവിടെ ഇടാം എന്ന് പറയും, മനസ്സിലായി? ഇതൊരു എപ്പിസോഡ് പോലെ കൊണ്ടുപോകാനാണ് തോന്നുന്നു, നമുക്ക് നോക്കാം ഏതുവരെ പോകും നോക്കാം. അപ്പൊ അതാണ് പറയുന്നത്, സ്ട്രൈക്ക് തരാതെ നീ ഇൻസ്റ്റ വഴി മെസ്സേജ് അയക്കുക, നമുക്ക് ഇൻസ്റ്റ വഴി നോക്കാം, ഇനി യൂട്യൂബ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുൽ വ്ളോഗ്സ്. അപ്പൊ അതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കാണുകയില്ല, 45 മിനിറ്റ് ഉണ്ട് അതുൽ വ്ളോഗ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ സുജിനാട്ടൻ എന്താ പറഞ്ഞില്ല, സുജിനാട്ടൻ എന്താ പറയുന്നത്, എന്താ മോണിറ്റൈസേഷൻ ഞാൻ എനബിൾ ആക്കില്ല ഈ വീഡിയോയുടെ, അതിന്റെ വീഡിയോ വരുന്ന പറയേണ്ടിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ ഇതിന്റെ പ്രശ്നം ഇനി തുടരുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കി പറയില്ല. അപ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.